ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ വിലയേറിയ പ്രഭാതത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെയും പ്രാർത്ഥനയോടെ തിരുവചനം കേൾക്കേണ്ടതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ രാവിലെയുള്ള ചിന്തയ്ക്ക് വേണ്ടി 32-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യം വായിക്കുന്നു. സങ്കീർത്തനങ്ങൾ 32:8. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന വാക്യത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കാം. ഈ രാവിലെ തിരുവചനത്തിൻ്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ മഴ പോലെ പെയ്തിറങ്ങട്ടെ. ദൈവം എന്താണ് തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി, തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് എന്ന് ഈ വാക്യത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2 കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് 8-ാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, ദൈവം ഉപദേശിക്കാനായി തുടങ്ങും. ആമേൻ. വെറുതെ ഉപദേശിക്കുമെന്നാണോ? അല്ല, നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരത്തക്ക നിലയിൽ ദൈവം ഉപദേശിക്കും. പ്രിയരെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ വഴിയാത്രികരാണ്. വാസ്തവത്തിൽ ഏതെങ്കിലുമൊക്കെ വഴിയെ നമ്മൾ മുന്നേറിയാൽ എത്തേണ്ട ഇടത്ത് എത്തുവാൻ ഒരു നാളും കഴിയത്തില്ല. എന്നാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ നിശ്ചയമായിട്ടും നടക്കേണ്ടുന്ന വഴിയെ നമ്മൾ നടക്കുക എന്ന് പറയുന്നത് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ ആയിരിക്കത്തില്ല ദൈവം നമ്മളെ നടത്തുന്നത്. നമ്മൾ ചിന്തിക്കുകയോ സ്വപ്നം കാണുകയോ ചെയ്യുന്ന വഴികളിലൂടെ ആകണമെന്നില്ല ദൈവം നമ്മെ മുൻപിലേക്ക് കൊണ്ടുപോകുന്നത്. ഇസ്രായേൽ ജനത്തെ കനാൻ ദേശത്തിലേക്ക് എത്തിക്കേണ്ടതിന് വേറെ വഴി ഉണ്ടായിരുന്നിട്ടും ദൈവം തന്റെ ജനത്തെ ചെങ്കടലിലൂടെ നടത്തുവാനിടയായി തീർന്നു. എന്തുകൊണ്ടാണ് ദൈവം ചെങ്കടലിലൂടെ ഈ ജനത്തെ വഴി നടത്തുവാനിടയായി തീർന്നത്? ഈ യാത്രയുടെ നടുവിൽ ചെങ്കടലുണ്ട് എന്നറിഞ്ഞിട്ട് കൂടി, ശൂർ മരുഭൂമി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടി, മാറ അവിടെ കിടപ്പുണ്ടെന്ന് അറിഞ്ഞിട്ട് കൂടി ദൈവം ഈ വഴിയെ അവരെ കൊണ്ടുപോകുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ചെങ്കടലിനും ശൂർ മരുഭൂമിക്കും മാറയ്ക്കുമൊക്കെ പരിഹാരം വരുത്തുവാൻ കരുത്തുള്ളവനാണ് ദൈവമെന്ന് ഇവരെ അറിയിക്കുക. ദൈവത്തിന്റെ വല്ലഭത്വം അതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ദൈവം തന്റെ ജനത്തെ ദൈവത്തിൻ്റെതായ പദ്ധതിക്കനുസരിച്ചുള്ള വഴിയെ നടക്കേണ്ടതിന് ഉപദേശിക്കുന്ന ദൈവമാണ്. എത്രയോ പ്രാവശ്യം പല നിലകളിൽ ദൈവാത്മാവ് നമ്മോട് ആലോചനകളെ അറിയിച്ചിട്ടുണ്ട്. എന്തിന്? ദൈവഹിതങ്ങൾ നമ്മിൽ നിറവേറേണ്ടതിന്, ദൈവിക വഴികളിലൂടെ നാം മുന്നേറേണ്ടതിന്, ഏതെങ്കിലും നിലയിൽ ഏതെങ്കിലും വഴിയിൽ ജീവിച്ചു പോകുവാനല്ല ഈ ആയുസ്സിൽ ദൈവം നമ്മെ വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്തത്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്ന, ദൈവം നമുക്ക് കാണിച്ചു തരുന്ന, ദൈവം നമ്മോട് കൽപ്പിക്കുന്ന വഴികളിലൂടെ മുന്നേറേണ്ടതിന് ഈ ദിവസങ്ങളിൽ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? ഈ വാക്യമതാ പറയുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. എങ്ങനെ അടുത്ത സ്റ്റെപ്പ് വയ്ക്കണം, എന്ത് ചെയ്യണം, എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ജീവിതത്തിൽ പകച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാവിലെ ഈ തിരുവചനം കാതുകളിൽ പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവിക ആലോചനകൾ നമ്മുടെ മുൻപിൽ വെളിപ്പെടട്ടെ. വഴി കാണിച്ചു തരുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. പ്രിയരെ, എല്ലാ വഴികളും അടഞ്ഞാലും ഒരു വഴി കാണിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. ആകുലതയോടെയാണോ ഈ രാവിലെ ഉണർന്നെഴുന്നേറ്റത്? പ്രതിസന്ധികൾ കണ്ണിന്റെ മുൻപിലുണ്ടോ?
പ്രശ്നങ്ങൾ മല പോലെ ഒന്നിനു പിറകെ ഒന്നായി ഭാരമായി നിലനിൽക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നമുക്ക് സഹായകനായി വഴികാട്ടിയായി വെളിപ്പെടുന്ന ഒരു നല്ല പ്രഭാതമായി തീരട്ടെ. ഈ വാക്യത്തിനകത്ത് ആൾ പറയുന്നത്, ഞാൻ നിന്നെ ഉപദേശിച്ചിട്ട് പോകുമെന്നല്ല, ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ചിലത് ദൈവം കാണിച്ചു തരുന്ന ഒരു നല്ല ദിവസമായി തീരട്ടെ. ആമേൻ. മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന ഹാഗര് നീരുറവ കണ്ടു എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. മോറിയാമലയിലേക്ക് ഈ യാഗത്തിന് വേണ്ടി നടന്നു കയറിയ അബ്രഹാം കൊമ്പുകൾ വള്ളികളാൽ ചുറ്റപ്പെട്ട് കുരുങ്ങിക്കിടക്കുന്ന ഒരാട്ടുകുട്ടിയെ കണ്ടു എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു. പ്രിയരെ, ഇന്ന് അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കും ഒരു വഴി കാണിച്ചു തരുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ? രണ്ടാമത്തെ കാര്യം, നിന്റെ മേൽ ദൃഷ്ടി വച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഓരോ നിമിഷവും കണ്ണെടുക്കാതെ, ഓരോ നിമിഷവും നോക്കിക്കൊണ്ട് എന്ത് ചെയ്യണമെന്ന്, എങ്ങോട്ട് തിരിയണമെന്ന്, ഏത് കാര്യത്തിനകത്ത് ഇടപെടണമെന്ന് ഒരു നല്ല ആലോചനക്കാരനായിട്ട് കൂടെ ഇരിക്കുവാൻ കഴിയുന്ന മഹാദൈവത്തെയാണ് ഈ തിരുവചനത്തിനകത്ത് എഴുതിയിരിക്കുന്നത്. ഇന്ന് പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ? നാമേ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിന്നെ നോക്കി ആലോചന പറയുന്ന ദൈവം. ആമേൻ. നമുക്കറിയാം, അഭിപ്രായം പറയുന്ന ധാരാളം പേർ നമ്മുടെ ചുറ്റുമുണ്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ, ഇങ്ങനെ ആയിരുന്നെങ്കിൽ, അത് ചെയ്തെങ്കിൽ, ഇത് ചെയ്തെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് പല നിലയിൽ അഭിപ്രായം പറയുന്ന ധാരാളം പേർ നമ്മുടെ ചുറ്റുമുണ്ട്. എന്നാൽ ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത്, നമ്മുടെ ദൈവം അഭിപ്രായം പറയുമെന്നല്ല, ആലോചനക്കാരനായി മാറുമെന്ന്. ദൈവം ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമെന്ന് തിരുവചനം എഴുതിയിരിക്കുമ്പോൾ ഈ രാവിലെ രണ്ട് കാര്യങ്ങൾ ആമേൻ ഉപദേശിച്ച് വഴി കാണിച്ചു തരും. ദൃഷ്ടി വച്ച് ആലോചന പറഞ്ഞു തരും. ആ ബലമുള്ള കരങ്ങളിലേക്ക് ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാമോ? വലിയ ദൈവപ്രവൃത്തി നമ്മിൽ വെളിപ്പെടട്ടെ. സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്വപിതാവേ, വിലയേറിയ പ്രഭാതത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവം അനുഗ്രഹിക്കണമേ. പൊന്നുകരങ്ങളിൽ വഹിക്കണമേ. ദൈവിക നന്മകളെ കൊടുക്കണമേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിലയേറിയ പ്രഭാതമാക്കി മാറ്റും. തിരുകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ.